ബാംഗ്ലൂരിൽ ആചാര്യ കോളേജിൻ്റെ അടുത്ത്. അവിടെയുള്ള കുട്ടികൾക്ക്, നമ്മളെ പി ജിയിൽ താമസിക്കുന്ന കുട്ടികൾക്ക് രാത്രി ഭക്ഷണം, ഫുൾ ഭക്ഷണം 3 നേരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ വന്നപ്പോൾ ഇവിടെ പൊറാട്ട ഇവിടെയാണ്. അപ്പോൾ നമ്മളെ സുഹൃത്താണ് ബൈജു ആണ്. ബൈജു അതേ നമ്മളെ കുഞ്ഞേട്ടൻ അരിക്കോട്ടാൻ തന്നെയാണ്. അപ്പോൾ ഓല് കിട്ടുമ്പോൾ ഞാൻ പറയാം, ഞാൻ ഇന്നൊന്ന് പൊറാട്ട ചുട്ടോക്കട്ടെ ചോദിച്ചു. നോക്കിക്കോളി, പഠിച്ചാരോ പറഞ്ഞു. അങ്ങനെ പൊറാട്ട എങ്ങനെ ഉണ്ടാക്കുക ഞാൻ ഫസ്റ്റ് ആയിട്ട് നോക്കുക കേട്ടോ. നമുക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരു പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കണം. നമ്മൾ മെയിൻ പണ്ടാരം അതിൻ്റെ ഉള്ളിൽ കുഞ്ഞേട്ടൻ എന്തൊക്കെയാ പരിപാടി നടത്തി കൊടുക്കാണ്. കുഞ്ഞേട്ടാ എന്താ പരിപാടി? റോസ്റ്റാ? അങ്ങനെ ഫസ്റ്റ് അപ്പൊ ആകണേ ഇത് അടിച്ചിട്ടോ. ഇനി ഇതാക്കണേ 2 എണ്ണം ഉണ്ടാക്കണത് ഒന്നുകൊണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ബൈജു? നന്നായിട്ടോ? ആരെ പറഞ്ഞ നമ്മളെ കൊണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റൂല? അങ്ങനെ അവൻ കഴിഞ്ഞു ഇതാക്കണേ. കണ്ടോക്കെ എങ്ങനെയുണ്ട്? കറക്റ്റ് അല്ലേ? ഓക്കെ. കേട്ടോ, ഉണ്ടാക്കി വെച്ചതാണ്. ഇത് കുറച്ച് ഭാഗം നമ്മളെ സുഹൃത്ത് ബൈജു ഉണ്ടാക്കിയത്, പകുതി ഞാൻ. നമ്മളെ മെയിൻ കുക്ക് കുഞ്ഞേട്ടൻ അരീക്കോട്. അതാണ് നമ്മളെ മെയിൻ കുക്ക് കുഞ്ഞേട്ടൻ. കുഞ്ഞേട്ടന് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണെന്നില്ല അറിയില്ലേ? ആചാര്യ കോളേജിൻ്റെ അടുത്തിട്ട് ഓഷ്യൻ പി ജി ആട്ടോ നമ്മളത്, നമ്മളെ സ്ഥാപനം. ഇനി അടുത്ത് ഇതാക്കണേ നമ്മളപ്പം ഉണ്ടായ ബൈജു. ഇതാണ് ഇവരൊക്കെ ഉഗ്രപുരാണ്. 2 ആൾ ഉഗ്രപുരല്ലേ? 2 ആൾ ഉഗ്രപുരത്താരാട്ടോ, അരീക്കോട്ടാർ തന്നെയാണ്. ഇതാണ് ഇനി ബൈജു ഉണ്ടാക്കുന്നത്. ബൈജു ആണ് നമ്മളോട് പറഞ്ഞത്. കുഞ്ഞേട്ടനാണ് എങ്ങനെ പൊരിക്കണം, എങ്ങനെ അടിച്ചണം എന്നൊക്കെ പറഞ്ഞത്. അയ്യോ, ഞാൻ ബൈജു അടുത്ത് നമുക്ക് നൂൽപ്പൊറാട്ട ഉണ്ടാക്കണം. വെക്കാൻ സ്ഥലമല്ല ഒന്നുമല്ലേ? ഇവിടെ സ്ഥലന്നാ അവിടെ വന്നോട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ചല്ലേ അടി തുടങ്ങാം. എന്നാല് നമ്മൾ പൊറാട്ട ചുടാൻ പോവാണ്. നോക്കുക എങ്ങനെ ഉണ്ടാവുന്നില്ല. കുഞ്ഞേട്ടനാണ് ക്യാമറ എടുക്കുന്നുണ്ടോ? ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രി പല രീതിയിൽ പരിഹസിച്ചും വന്ന സാഹചര്യത്തിൽ രണ്ടും കൽപ്പിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. CPM ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. RSSന്റെ ഒരു ടൂളായി ഗവർണർ ഇടപെട്ടിരിക്കുകയാണ്. കേന്ദ്രം ചെയ്യാൻ വരുന്നത് ഒരു തുടക്കം മാത്രമാണ്. ഇനിയും സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ഗവർണറുടെ നീക്കങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കണം എന്നുള്ള നിലയിലേക്ക് CPM കൂടി എത്തിയിട്ടുണ്ട്. വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചതും ഇത് പറയാൻ തന്നെയാണ്. CPM നേതാക്കളൊക്കെ തന്നെ വലിയ രീതിയിൽ ഗവർണറെ കടന്നാക്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SFI എന്തായാലും ഏത് സേന വന്നാലും പ്രതിഷേധിക്കുന്നതിനപ്പുറത്തേക്ക് CPM കൂടി ഒരു രാഷ്ട്രീയമായ പൊസിഷൻ ഗവർണറെ പ്രതിരോധിക്കാൻ എടുത്താൽ പോലും അത്ഭുതപ്പെടാനില്ല. പ്രത്യേകിച്ചും അവർക്ക് രാഷ്ട്രീയം അത് നേട്ടമുണ്ടാക്കിയാണ്. ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ്. BJPയുടെ പ്രതിനിധിയായിട്ടാണ് ഗവർണറെ CPM അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയും കേന്ദ്ര സർക്കാരുമായുള്ള നേർക്കുന്ന പോരാട്ടം എന്ന നിലയിലേക്ക് ഇത് മാറ്റണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്, CPM-ഉം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടപ്പോൾ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനി പൊതുതെരഞ്ഞെടുപ്പിന്റെ ഒരു തരത്തിലുള്ള ഒരു തരിപ്പും സാധ്യതയും എവിടെയും പെട്ടെന്ന് ആണല്ലോ, അല്ലെങ്കിൽ പല വേവാകൂലേ? അക്ഷരം കേട്ടോ, ആ പാട്ട് തന്നെ ഇടണം. ഈ പാട്ട് തന്നെ ഇടണം. ഈ പാട്ട് തന്നെ ഇടണം. നമ്മൾ കണ്ടു ഒരു കടവരാന്തയിലിരുന്ന സഹായിയായ മോഹനോട് അമിത്ഷായെ വിളിക്കൂ, പ്രധാനമന്ത്രിയെ വിളിക്കൂ പറഞ്ഞ ഗവർണർ രാവിലെ ഗവർണറുടെ പരാതി എത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ അതേ ദിവസം ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം CRPF Z+ സുരക്ഷ ഏർപ്പെടുത്താനാണ് തീരുമാനം. SPG കവറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷയായിട്ടാണ് CRPF Z+ സുരക്ഷയെ വിലയിരുത്തപ്പെടുന്നത്.
സുരക്ഷയിൽ തീരുമാനമെടുത്തത് കേന്ദ്രമാണെന്നും കേന്ദ്ര സുരക്ഷ താൻ ആവശ്യപ്പെട്ടില്ലെന്നും ഗവർണർ പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്ക് പോലീസ് ഇതുപോലെയാണോ സുരക്ഷ ഒരുക്കുന്നത്? കേന്ദ്ര സുരക്ഷയെ ചോദ്യം ചെയ്താണ് മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. കേരളം ഇനി CRPF ഭരിക്കുമോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. കേരളത്തിലെ ചില RSSകാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിന്റെ ആ കൂടി അത് കുറേശ്ശെ പരത്തിച്ചാളി എന്നാ പിന്നെ നിൽക്കുമ്പോഴേ കേരളത്തിൽ പെട്ടെന്ന് പരക്കും. CRPയിലെ കേരളം കാണാത്ത ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? CRPക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റും, CRPക്ക് നേരിട്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ CRPക്ക് പ്രവർത്തിക്കാൻ കഴിയും. അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് ഒരു 10-20 സെക്കൻഡ് അവിടെ നിർത്തിയിട്ട് മറ്റോ വല്ല പറഞ്ഞു സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മള് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതല്ല, സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല. നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യം. അത് ഇതേവരെ അദ്ദേഹത്തിന്റെ ദീർഘമായ കറക്റ്റ് ഒരേമാതിരി എനിക്ക് തോന്നുന്നു. എന്നാലേ അടിക്കാൻ കഴിയും ശരിക്കും. നല്ല വൃത്തിയിൽ പാട് മാറും. മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ CRPF-ന് കേസെടുക്കാൻ അധികാരമുണ്ടോ? ദില്ലിയിൽ നിന്നും സനീഷ് രവീന്ദ്രൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ. ഇന്റലിജൻസ് നൽകുന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആർക്കൊക്കെ ഏതൊക്കെ ചൂടുണ്ടോ? വീഡിയോയില് ഭയങ്കര സുന്ദരനാണല്ലോ. വീഡിയോയില് വളരെ ഉഷാറാണല്ലോ. നിങ്ങളെ കാണുമ്പോൾ കുറച്ചുകൂടി നല്ല ഉഷാറായിരുന്നു. ക്യാമറ കൂടിയുണ്ട്. നിങ്ങളെ ഒരാഴ്ച നിങ്ങളെ ഭക്ഷണമല്ലേ അല്ല കറക്റ്റായിട്ട് കാണുന്നുണ്ട്. നമ്മള് ഈ രണ്ടാമത് നിറച്ചുകൊണ്ട് മുകളില് പാലിന്റെ ആവശ്യമില്ലല്ലേ എണ്ണ? അല്ല നമ്മള അടി കൊടുക്കണ്ടല്ലോ. അടി കൊടുക്കണ അടിത്തായി മുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇടുന്ന ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. മൂന്നോ നാലോ സീറ്റ് അകലെയാണ് തേജസ്വി യാദവ്. പക്ഷെ അപ്പോഴും ആ 3-4 സീറ്റ് എന്ന് പറയുമ്പോൾ 3 സീറ്റ് 4 സീറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ആദ്യം ഇട്ടതൊക്കെ ആദ്യം ആവുക. അതേസമയം സുരക്ഷിതമായ സംഖ്യ അത് ശ്രദ്ധ ഒരു വരി ആദ്യം ഇട്ടണെങ്കിൽ ആദ്യം പാളയത്തിൽ ഒരു ഭിന്നത പ്രസാദ് യാദവും സോണിയാഗാന്ധി മല്ലികാർജുൻ ഖർഗെയും ഒക്കെ സംസാരിക്കാൻ താല്പര്യം അറിയിച്ചെങ്കിലും നിതീഷ് കുമാർ അവഗണിച്ചു എന്നുള്ളതാണ് വിവരം. ഇന്ത്യൻ സഖ്യം തകർച്ചയുടെ വക്കിലാണെന്ന പ്രതികരണത്തിലൂടെ ഇനി ഇവിടെ തുടരില്ലെന്നും JDU നേതൃത്വം വ്യക്തമാക്കുകയാണ്. സഖ്യത്തിന്റെ മുഖമായി നിതീഷ് കുമാർ സംസ്ഥാനങ്ങളിൽ നമ്മളാ ബോർഡെടുത്തില്ല ആ കണ്ട് തുടച്ചെടുക്കാൻ കാരണങ്ങളായി നിർത്തുന്നത്. നിതീഷ് കുമാറിന്റെ നീക്കങ്ങളെ ചെറുക്കാൻ RJDയും കോൺഗ്രസും ഇതിനിടെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്നും ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് വിവിധ സംഘടനകളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അടുത്ത ഇക്കാര്യം കേന്ദ്രത്തിന് മേൽ പഴിചാരുകയാണ് ചെയ്യുന്നത്. ആ കേന്ദ്രത്തിന്റെ ചുമതലയുള്ള ഈ ഹജ്ജ് കമ്മിറ്റി. അപ്പം ഇതാണ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കിയ പൊറാട്ടയും മുട്ട റോസ്റ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചെക്കൻ്റെ ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയറൊക്കെ ചെയ്യേണ്ടി. ഇനിയും നമുക്ക് നമ്മുടെ അടിപൊളി വീഡിയോസായിട്ടും ഇനിയും വരുന്നതാണ്. ഓക്കേ.